ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ആകാശ് അലോകിനെ കൊണ്ട് മീനാക്ഷിയുടെ മാപ്പ് പറയിപ്പിക്കുകയാണ്. അപ്പം മീനാക്ഷിയോട് ഇഷ്ടമില്ലാതെ തന്നെ അലോക് മാപ്പ് എന്ന് രണ്ടക്ഷരം പറയാ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. തൻ്റെ ആകാശും അച്ഛനും ഒക്കെ നേരെ അവൻ്റെ അടുത്ത് പോയി തനിക്ക് വേണ്ടി ചോദിച്ചല്ലോ, ആ സന്തോഷമാണ് മീനാക്ഷിക്ക്. ഇതേ സമയം ആരും പറയും, ഇങ്ങനെയാണോടാ മാപ്പ് പറയുന്നത്? ഇത് ഒരു ഒട്ടും താല്പര്യമില്ലാത്തൊരു മാപ്പായി പോയല്ലോ, ഇങ്ങനല്ല പറയേണ്ടത് എന്ന് പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ ആകാശ് അവൻ്റെ കവള് നോക്കി ഒന്നും കൂടി കൊടുക്കുക. ഞാൻ പറയുന്ന പോലെ വേണം നീ പറയാൻ. മീനാക്ഷി ചേച്ചി, ഇത്രയും കാലം ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാത്തിനും മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്നു, പറയടാ അങ്ങോട്ട് എന്ന് പറയണം കേട്ടോ. അപ്പം ഇഷ്ടമില്ലാതെ മീനാക്ഷി എന്ന് പറയാം. അപ്പം ബാലൻ ചെന്ന് ഒരടിയും കൂടി വെച്ച് കൊടുക്കുക. മീനാക്ഷിയോ ചേച്ചിന്ന് വിളിച്ചോണം മര്യാദയ്ക്ക്, അവളെ നിന്നെക്കാളും മൂത്തതാ, ഇല്ല നിന്റെ കണ്ണ് ഞാൻ കൊടുത്ത് പൊട്ടിക്കും എന്ന് പറയൂട്ടോ. അങ്ങനെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ മീനാക്ഷി ചേച്ചി മാപ്പ് എന്ന് പറയടാ എന്ന് പറയണം കേട്ടോ. അതും ആത്മാർത്ഥതയുള്ള മാപ്പ് പറച്ചിലായിരിക്കണം. ഇതെല്ലാം ഫോണിൽ കൂടെ കേൾക്കുന്ന മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. തനിക്ക് നീതി മേടിച്ച് തരാൻ വേണ്ടി അവരേത് വറ്റം വരെയും തൻ്റെ കുടുംബം പോകും എന്ന് ബോധ്യപ്പെടുകയും ചെയ്യാണ് കേട്ടോ. അന്നേരത്തേക്കും അലോക അടി പേടിച്ചിട്ട് പറയും, മീനാക്ഷി ചേച്ചി മാപ്പ്, ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് എന്ന് പറയാം. അന്നേരം ആകാശ് പറയും, മീനു ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുക. എനിക്ക് സന്തോഷമായി ആകാശ് എന്ന് പറയാം. എന്നാലേ ഫോൺ വെച്ചോ എന്ന് പറയണം കേട്ടോ. അപ്പം പോകുന്നതിന് മുന്നേ നമ്മുടെ ബാലൻ ഒന്നും കൂടി അലോകിൻ്റെ തലക്കിട്ടൊരു കിഴുക്ക് കൊടുക്കണേ. എടാ, ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്ന നിനക്ക് അല്ല, ഇനിയും ദേവമംഗലത്തേക്ക് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നീയും നിന്റെ അച്ഛനും വന്നാലേ ഇപ്പം മേടിച്ചതൊന്നും ആയിരിക്കില്ല, ഇനിയും നിങ്ങൾ വാങ്ങിക്കൂട്ടും എന്ന് ബാലൻ പറയൂട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അലോക ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുക. എന്താടാ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ, നിന്റെ ഉണ്ടക്കണ്ട് ഞാൻ കുത്തിയെടുക്കും എന്ന് ആര്യനും പറയൂട്ടോ. എന്നിട്ട് അലോകിനെ അവിടെ ഇടിച്ചിഞ്ച പരുവാക്കി അവിടെ ഇട്ടിട്ട് അവരെല്ലാവരും കൂടി പോവാ. ഇതേ സമയം മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. മീനാക്ഷി സന്തോഷത്തോടു കൂടി ഗോമതിയുടെ അടുത്തേക്ക് ഓടിച്ചില്ല. ഗോമതിയും അനുവും മിത്രയും കൂടെ ഹാളിൽ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. എന്താ മീനു, എന്ത് പറ്റി, നിനക്കെന്താ ഇത്ര സന്തോഷം എന്ന് ചോദിക്കുക. അമ്മ ഇങ്ങ് എഴുന്നേറ്റ് വന്നേ, അമ്മ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നു എന്നും പറഞ്ഞ് നമ്മുടെ ഗോമതിയെ പിടിച്ച് കറക്കുകയാണ് കേട്ടോ. എടി പെണ്ണെ, നീ അടങ്ങിയിരിക്കതേ, എനിക്ക് തല ചുറ്റുന്നു, അയ്യോ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തേ എന്ന് പറയാം. അപ്പം മീനു ഓടിപ്പോയി അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ഗോമതി വെള്ളം കുടിക്കുക. എന്ത് പറ്റി മീനു എന്ന് ഗോമതി ചോദിക്കുക. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ദേവിയും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. എന്ത് മീനു, എന്ത് പറ്റി മീനു, നിനക്കെന്താ ഇത്രയ്ക്ക് സന്തോഷം എന്ന് ചോദിക്കുക. അത് അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നെടുത്തി എന്ന് പറയാ. അതെന്താ സംഭവം, ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ എന്ന് മീനു അപ്പം ചോദിക്കുക. നീ ഇത്രയേറെ സന്തോഷിക്കണമെങ്കിൽ കൃഷ്ണമംഗലത്തുകാരോട് എന്ന് ദേവി പറയാൻ തുടങ്ങുമ്പം അത് തന്നെ എടുത്തി കൃഷ്ണമംഗലത്തെ ആ അച്യുതനില്ലേ, അയാൾക്ക് നല്ലതുപോലെ എല്ലാവരും കൂടി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. നീ എന്താ മീനു പറഞ്ഞു വരുന്നത് എന്ന് ഗോമതി പറയട്ടോ. അമ്മേ, അച്ഛനും ആര്യനും ആകാശും മാമനും കൂടി കടയിലോട്ടൊന്നും അല്ല പോയത്, അവരെല്ലാവരും കൂടിയേ ആ അച്യുതനെ കാണാനായിട്ടാണ് പോയത് എന്ന് പറയാം. അവിടെ പോയി ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അമ്മയുടെ പുന്നാര ഏട്ടനിട്ട് എന്ന് പറയാം. അങ്ങനെ തന്നെ വേണം. ഇത് കേൾക്കുന്ന മിത്ര പറയും, അതെന്തായാലും നന്നായി മീനു ചേച്ചി എന്ന് പറയാ. അല്ല, അവനെ കിട്ടിയില്ലേ, അലോകിനെ, അവനെയും കിട്ടി. അവൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചേച്ചിന്ന് വിളിച്ചു. ചേച്ചിന്ന് വിളിക്കുക മാത്രമല്ല, എന്നോടെ മാപ്പും ചോദിച്ചു എന്ന് പറയാം. അല്ല, മാപ്പ് ചോദിപ്പിച്ചു എന്ന് മീനു പറയാണ്. എന്തായാലും മീനു ചേച്ചിക്ക് സന്തോഷമായല്ലോ എന്ന് അപ്പം നമ്മുടെ മിത്ര ചോദിക്കുക. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ദേവി പറയും, ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ, ബാലച്ചനും എൻ്റെ അനിയന്മാരും ഒന്നും വെറുതെ ഇരിക്കില്ല എന്ന്. അമ്മ എന്തൊക്കെയാണ് എൻ്റെ പാവം ബാലച്ചനെ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ ബാലേട്ടനെ എന്ന് ഗോമതി പറയാം. ഒന്നും പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് അപ്പോൾ ദേവി പറയാണ് കേട്ടോ. അത് പിന്നെ ബാലേട്ടൻ തിരിച്ചടി അവർക്ക് കൊടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പിന്നെ അപ്പം മിത്ര പറയും, അപ്പച്ചി ഇതേ നൈസായിട്ട് പ്ലേറ്റ് മാറ്റുന്ന കണ്ടോ. അപ്പം ദേവി പറയും, അമ്മ പറഞ്ഞതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ. ബാലച്ചൻ ഇപ്പം തണുപ്പനായിപ്പോയി, ബാലച്ചൻ ഗാന്ധിജി ആയോ, എന്തൊക്കെയാ ആ പാവ മനുഷ്യനെ ഇരുന്ന് പറഞ്ഞത്, ഭർത്താവാണെന്നുള്ളൊരു ചിന്ത അമ്മയ്ക്കില്ലായിരുന്നു. അപ്പം മിത്ര പറയും, അപ്പച്ചി അപ്പം വേറൊരു പ്രശ്നമുണ്ടല്ലോ, ഇനി എന്താ പ്രശ്നം, എല്ലാ പ്രശ്നവും തീർന്നില്ലേ. അപ്പം അനു പറയും, തീർന്നിട്ടില്ലല്ലോ എന്ന് പറയും. ഇവരിത് എന്തൊക്കെയാ മീനു ഈ പറയുന്നേ എന്ന് ഗോമതി ചോദിക്കാം. അപ്പച്ചി വലിയ ആവേശത്തിൽ ഒരു 108 ശയനപ്രദക്ഷിണം നേർന്നത് ഓർമ്മയുണ്ടോ?
അമ്മ നേർച്ച നേർന്നു, അടുത്ത സെക്കൻഡിൽ തന്നെ ദേവി കാര്യം നടത്തി തരികയും ചെയ്തു എന്ന് അപ്പോൾ ദേവി പറയാണ് കേട്ടോ. അല്ല, ഇനി ബാലച്ചനെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യിക്കണ്ടേ? ഇനിയിപ്പോൾ ശയനപ്രദക്ഷിണം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ എന്ന് മീനും പറയാം. 108 ശയനപ്രദക്ഷിണം, അങ്കിളിൻ്റെ ഊപ്പാടിളകും. അമ്മ വിഷമിക്കണ്ട അമ്മേ, അമ്മ എനിക്ക് വേണ്ടി നേർന്നതല്ലേ, അമ്മയുടെ നേർച്ച ഞാൻ പൂർത്തിയാക്കിക്കോളാം എന്ന് നമ്മുടെ മീനു പറയൂട്ടോ. അങ്ങനെ ഇപ്പം എൻ്റെ നേർച്ച മറ്റാരും പൂർത്തിയാക്കണ്ട, ഞാൻ ആഗ്രഹിച്ച കാര്യം ദേവി നടത്തി തന്നല്ലോ. 108 ശയനപ്രദക്ഷിണവും ബാലേട്ടനെ കൊണ്ട് ഞാൻ നടത്തിക്കും. ഓ ആയിക്കോട്ടെ, നടത്തിച്ചോ എന്ന് മീനു ഇപ്പം പറയൂട്ടോ. അതെ, ഇനി ഞാനൊരു വേറെ കാര്യം കൂടി പറയട്ടെ. എന്താ? എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാ ഏടത്തിയുടെ മുഖത്ത് ഒരു നല്ല ചിരി കണ്ടത് എന്ന് ദേവിയെ നോക്കിക്കൊണ്ട് നമ്മുടെ മീനു പറയൂട്ടോ. അത് കേൾക്കുമ്പം ശരിയാണല്ലോ എന്ന രീതിയിൽ എല്ലാവരും ദേവിയെ തന്നെ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ഇടത്തിയുടെ മുഖത്ത് എപ്പോഴും ഈ ചിരി ഇങ്ങനെ തന്നെ ഉണ്ടാകണം എന്ന് വീണ്ടും പറയാം. അപ്പോൾ ഗോമതി പറയും, അതെ മോളെ, നീ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ വീടൊന്നുണരുന്നത് എന്ന് പറയാം. അപ്പം ദേവി പറയും, അമ്മേ, കഴിഞ്ഞതൊക്കെ മറന്ന് സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ, അത് കഴിയാഞ്ഞിട്ടാ. എടത്തി, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് മീനു പറയാം. രാവിലെ ഞങ്ങളൊക്കെ പല വഴിക്ക് പോകും, എടത്തിയാണ് ഇവിടെ തനിച്ച ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാ ഏടത്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് മീനു പറയാം. അപ്പം ശരിയാണെന്നുള്ള രീതിയിൽ ദേവിയും തലയാട്ടുക. അപ്പം മിത്ര പറയും, അത് ശരിയാ, ഏടത്തി വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയാലേ മൈൻഡ് ഒന്ന് ചേഞ്ച് ആകൂ. അത് പിന്നെ ഏടത്തിക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് മീനു അപ്പം പറയാം. ഏടത്തിക്ക് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ തന്നെ പോയിക്കൂടെ, ഏടത്തി മുൻപും അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് മീനു. അത് നല്ലൊരു കാര്യമോ മോളെ എന്ന് ഗോമതിയും പറയാം. അത് പിന്നെ അമ്മേ, ഇപ്പം അതൊന്നും ശരിയാക്കില്ല അമ്മേ എന്ന് പറയാം. അതെന്നാ ഇപ്പം ശരിയാക്കില്ലാത്തത് എന്ന് മിത്രയും ചോദിക്കുകയാണ് കേട്ടോ. അത് ശരിയാകും ഏടത്തി, ഏടത്തി ഒന്ന് സമ്മതിക്കുക ഏടത്തി എന്ന് അനു നിർബന്ധിക്കുക. എനിക്ക് ഈ വീടും എൻ്റെ റൂമും വിട്ട് എനിക്ക് എങ്ങോട്ടും പോകാനൊന്നും തോന്നുന്നില്ല, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാനാണ് തോന്നുന്നത് എന്ന് ദേവി പറയും. എൻ്റെ കുഞ്ഞ് ഇവിടെ എവിടെയോ ഉണ്ടെന്നൊരു തോന്നലാ, ഞാൻ ഇവിടുന്ന് പോയാൽ എൻ്റെ കുഞ്ഞ് അതിന് പിന്നെ ആരാ ഉള്ളത് എന്ന് ദേവി ചോദിക്കാം. സാരമില്ല, ഏടത്തെ കടയിലേക്ക് പോകാൻ ആരും നിർബന്ധിക്കുന്നില്ല എന്ന് മീനു പറയാം. ഒന്ന് എൻഗേജ്ഡ് ആകണമെന്ന് ഏടത്തിക്ക് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഗോമതി സ്റ്റോഴ്സിൽ പോകുന്ന കാര്യം ആലോചിച്ചാൽ മതി എന്ന് മീനു വീണ്ടും പറയാണ് കേട്ടോ. അപ്പം ദേവി കരയാണ്. ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയാം. അത് ഓക്കെ അല്ലേ? അത് ഓക്കെയാ. അപ്പം മീനു ദേവീനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്തായാലും മീനാക്ഷിക്കും കുടുംബത്തിനും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇതേ സമയം രാത്രി നമ്മുടെ മീനു റൂമിൽ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കണ്ണാടിന് മുന്നിൽ നിന്ന് സംസാരിക്കുക സ്വയവേ. ആ പാവം ആകാശിനെ നീ എന്തൊക്കെയാ മീനാക്ഷി പറഞ്ഞേ? അവന് ആർക്കായാലും അപ്പോൾ സംശയം ഉണ്ടാവില്ലേ എന്ന് മീനാക്ഷി സ്വയം പറയാം. എൻ്റെ ജോലി തെറിപ്പിക്കുമെന്ന് അവൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? അവനങ്ങനെ തമാശയ്ക്ക് പലതും പറയും. എന്ന് വെച്ച് നിന്റെ ആകാശം നിന്നെ ചതിക്കൂന്ന് തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ എന്ന് അപ്പം തിരിച്ച് സ്വയം ചോദിക്കുവാണേ. അവൻ എൻ്റെ ഫയൽ അടിച്ചു മാറ്റിയതല്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് സംശയം വന്നത്. അല്ല, ഈ അന്യൻ്റെ പരിപാടി കഴിഞ്ഞെങ്കിൽ എനിക്കങ്ങ് അകത്തേക്ക് വരാവോ എന്ന് ആകാശപ്പം മീനാക്ഷിയോട് ചോദിക്കുക. അത് പിന്നെ ഞാൻ ചുമ്മാ ഒരു രസത്തിന് ആകാശ് എപ്പോഴാണ് വന്നത് എന്ന് മീനാക്ഷിക്ക് ചോദിക്കുക. ആകാശു പ്ലീസ് എന്നോട് ക്ഷമിക്കുക ആകാശു, നീ മിണ്ടിപ്പോകരുത്. നിന്നെ അറസ്റ്റ് ചെയ്തതറിഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് ഓടി വന്നപ്പം നീ എന്നോട് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല മീനു. പ്ലീസ് ആകാശു, ഞാൻ ആകെ കൺഫ്യൂഷനായിപ്പോയി, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാ. എടി, നീ എത്ര കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും സ്വന്തം ഭർത്താവിനെ ഒരു ഭാര്യ വിശ്വസിക്കണം. നീ വിശ്വസിച്ചോ? നിനക്കെന്നെ ഒരു തരിമ്പ് വിശ്വാസം പോലും ഇല്ലായിരുന്നു. എടി, നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ആകാശ് വീണ്ടും ചോദിക്കുക. ഇല്ല, നീ എന്നെ അല്പം പോലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലേ നിന്നെ ഞാൻ ചതിക്കുമെന്ന് നീ വിശ്വസിക്കുമായിരുന്നോ? ഒരിക്കലും വിശ്വസിക്കത്തില്ല. അല്ല, ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, അങ്ങനത്തെ അവകാശവാദവും എനിക്കൊട്ടില്ല താനും. പക്ഷേ എൻ്റെ ഭാര്യയെ ഞാൻ പറ്റിക്കില്ല, അത് ഉറപ്പാ. ഓ അതെ, കൂടുതൽ ഡയലോഗൊന്നും ഇടല്ലേ, എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം ആകാശിൻ്റെ കയ്യിലിരിപ്പ് തന്നെയാ എന്ന് മീനാക്ഷി പറയും. ഞാനെന്തിന് ചെയ്തു? എന്ത് ചെയ്തു എന്നോ? മിനിസ്റ്ററുടെ മുൻപിൽ സബ്മിറ്റ് ചെയ്യാനുള്ള എൻ്റെ ഓഫീസ് ഫയല് ആകാശ് എന്തിനാ മോഷ്ടിച്ചത്? അങ്ങനെ ഒരു തെറ്റ് ആകാശ് ചെയ്തിട്ടില്ലേ? അത് പിന്നെ നേരത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു, സമ്മതിച്ചല്ലോ. ഇമ്മാതിരി പണി കാണിക്കുന്ന ഭർത്താവിനെ ഏതു ഭാര്യയും തെറ്റിദ്ധരിക്കില്ലേ? അതിലിപ്പോൾ എന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല. എന്നാലും നീ എൻ്റെ ചങ്ക് തകർത്ത് കളഞ്ഞു മീനു. അങ്ങനൊന്നും പറയല്ലേ ആകാശേ, ഈ ചങ്കിൽ നിറച്ച് ഞാനല്ലേ. ഈ ചങ്ക് തകർന്ന
തകരുന്നത് ഞാനും കൂടല്ലേ എന്ന് മീനാക്ഷി പറയും. അയ്യാ റൊമാൻസ്, അയ്യേ ഇങ്ങനെയാണോടി റൊമാൻസ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആകാശിൻ്റെ കവിള് പിടിച്ചിട്ട് മീനാക്ഷി ചോദിക്കും, വിഷമമായോ? ഏയ് എനിക്ക് നല്ല സന്തോഷമായിരുന്നല്ലോ. നിന്നെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് മിസ്റ്റർ ഗോമതി സ്റ്റോർ ബാലൻ്റെ വക ഒരു ഉഗ്രൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു. എൻ്റെ മോളത് അറിഞ്ഞായിരുന്നോ? അച്ഛൻ വഴക്ക് പറയൂന്ന് എനിക്ക് തോന്നിയിരുന്നു. അയ്യോ, പുള്ളി വഴക്കൊന്നും പറഞ്ഞില്ല, നേരെ വരുന്നു ഒറ്റ അടി ചെപ്പക്കുറ്റി നോക്കി അടിച്ചത്. എൻ്റെ കിളി പറന്നുപോയി. അങ്ങനെ ഇത്ര ആരോഗ്യമുണ്ടെന്ന് എനിക്ക് ഇന്നലെയാ മനസ്സിലായത്. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ എന്നെ പിടിച്ചൊരു തള്ളായിരുന്നു. സത്യത്തിൽ ചത്തുകളഞ്ഞാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാ. അങ്ങനെ അബദ്ധമൊന്നും അറിയാതെ പോലും ചിന്തിക്കരുതേ ആകാശേ. ഇല്ലടി, ഭാര്യയെ ചതിച്ചതെന്നും പറഞ്ഞ് കേട്ട് എല്ലാവരുടെ കുറ്റപ്പെടുത്തലും കേട്ട് അച്ഛൻ്റെ തല്ലും മേടിച്ച് ഞാനിങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കാടി, അതല്ലേ നീയൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് ആകാശ് ചോദിക്കാം. അയ്യോ, അവൾ വന്നിരിക്കുന്നു. സാധാരണ ഭർത്താക്കന്മാർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഭാര്യമാർ കൂടെ നിൽക്കും. ഇത് നേരെ തിരിച്ചാ, എൻ്റെ കൂടെ നിൽക്കില്ലാത്തൊരു ഭാര്യ. എടി, നിന്റെ അടക്കം സകല ശാപങ്ങളും പുരാക്കുകളും ഏറ്റുകൊണ്ട് നിന്റെ രക്ഷിക്കാൻ ഞാൻ ഓടിയില്ലേ? ഇങ്ങനൊന്നും പറയല്ലേ. പോട്ടെ, കഴിഞ്ഞു പോയില്ലേ ആകാശേ. നമുക്ക് രണ്ടുപേർക്കും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി. രണ്ടുപേർക്കും അല്ല, തെറ്റിദ്ധാരണ നിനക്കായിരുന്നു, നിനക്ക് മാത്രം. എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ലായിരുന്നു. മീനു, ഒരിക്കലും നീ എന്നെ ചതിക്കില്ലെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ നിനക്കാ വിശ്വാസമില്ല. നിനക്കെന്നെ ഒരു തരുമ്പ് പോലും വിശ്വാസമില്ല. തെറ്റുപറ്റിപ്പോയ ആകാശേ, മാപ്പ് എന്ന് മീനാക്ഷി ചെവി രണ്ടിലും കൈ പിടിച്ച് പറയൂട്ടോ. ഞാൻ ഈ മാപ്പൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആകാശ് പിണങ്ങി ഇരിക്കുക. മാപ്പ് പറയുന്നെങ്കിലേ അതിൻ്റെതായ രീതിയിൽ തന്നെ പറയണം, എങ്കിലേ ഈ ആകാശ് മാപ്പ് ഒക്കെ സ്വീകരിക്കുള്ളൂ. എങ്ങനെ ആയിരിക്കും മാപ്പ് പറയേണ്ടത്? അത് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയണോ എന്ന് മീനാക്ഷി ചോദിക്കുക. അതൊന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടേ? ആകാശ് എന്താ ഉദ്ദേശിക്കുന്നേ? ഒരു ഉമ്മയോട് കൂടിയ മാപ്പാണെങ്കിൽ ആ മാപ്പ് ഞാൻ സ്വീകരിക്കാം. അയ്യാ, ഉമ്മയില്ല ബാപ്പയില്ല ഒന്നുമില്ല, എന്നാൽ നിന്റെ മാപ്പ് എനിക്ക് വേണ്ട എന്ന് ആകാശ് പറഞ്ഞ് പിണങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ മീനു കൈ പിടിച്ച് നിർത്തൂട്ടോ. എൻ്റെ ആകാശിന് ഞാൻ ഉമ്മയോട് കൂടിയ മാപ്പ് തന്നെ തരില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ കവളിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. അത് കിട്ടുമ്പം ആകാശിനും ഒരുപാട് സന്തോഷമാവുക. ഇപ്പം എൻ്റെ ആകാശിന് സന്തോഷമായോ? ഇപ്പം മനസ്സിൻ്റെ ആ വേദന കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് മീനാക്ഷി നോക്കിക്കൊണ്ട് ആകാശ് പറയും. പക്ഷേ പൂർണ്ണമായിട്ടും അങ്ങ് കുറഞ്ഞിട്ടില്ല. അയ്യടാ മോനെ, പൂർണ്ണമായിട്ടും കുറയ്ക്കണ്ട. മനസ്സിൻ്റെ വേദനയെ അത്രയും കുറഞ്ഞാൽ മതി. ഇത് തന്നെ ധാരാളമാണ്. മോൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വന്നേക്കുന്നു. എന്നാ പറ, എന്താ എൻ്റെ ഉദ്ദേശം എന്ന് ആകാശ് പറയാം. പോയേ എന്നും പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ആകാശ് മീനുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും അവരുടെ നിമിഷങ്ങൾ ചിലവഴിക്കുക. അല്ല മീനു, ഇതൊക്കെ നീ എങ്ങനെ ഫേസ് ചെയ്തു? എനിക്കറിയില്ല ആകാശേ. ആ സമയം ഞാൻ എങ്ങനെയൊക്കെയോ കടന്നുപോയി. പക്ഷേ ഈ കള്ളക്കേസിൽ എന്നെ കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ വാദിക്കും. മനസ്സിന് ധൈര്യം കൊടുത്ത് ഞാൻ പിടിച്ചു നിന്നു. അതാ സംഭവിച്ചത്. ആകാശിൻ്റെ മുന്നിൽ തോറ്റുകൊടുക്കില്ല എന്ന വാശിയായിരുന്നു എൻ്റെ ഉള്ളിൽ എന്ന് മീനാക്ഷി തുറന്നു തന്നെ പറയും. അതേസമയം ആകാശ് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുമായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എടി മോളെ, നിനക്ക് ലൈഫിൽ സീരിയസ് ആയ ഒരു ക്രൈസിസ് ഉണ്ടായ വേറെ ആര് കൂടെ ഇല്ലെങ്കിലും ഈ ആകാശ് നിനക്ക് വേണ്ടി ഇറങ്ങും. അത് എൻ്റെ ഉറപ്പാ. നിനക്ക് വേണ്ടി പോകാവുന്ന അത്ര ദൂരം ഞാൻ പോകും, എന്തും ചെയ്യും. കാരണം എനിക്ക് നീ അത്രയ്ക്ക് വലുതാ, എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാ എന്ന് മീനാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആകാശ് പറയും. പിന്നെ അലോകിന് ശരിക്കും കൊടുത്തിട്ടുണ്ട്. ചന്നം പിന്നം പെരുമാറി. ഇനി കുറച്ച് നാളത്തേക്ക് ഈ കിഴിയും ധാരയൊക്കെയായി അവൻ കുറച്ച് ബിസി ആയിരിക്കും. അതെന്തായാലും നന്നായി. അവന് രണ്ടെണ്ണത്തിൻ്റെ കുറവ് എന്തായാലും ഉണ്ടായിരുന്നു. ഇപ്പം ഹാപ്പി ആയോ എൻ്റെ പ്രിയ ഭാര്യ? ഇപ്പം ഹാപ്പിയാ. എന്നാ പിന്നെ ഒന്നും കൂടി തന്നൂടെ, ഒരു ഉമ്മ കൂടെ? വേണ്ട മോനെ, മോൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് കേട്ടോ. അവർ രണ്ടുപേരും അവരുടെ നിമിഷങ്ങളെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്യുവാണ്. സമയം ആര്യനും മിത്രയും അവരുടെ റൂമിൽ ഓരോരോ പണിക. മിത്രനാണെങ്കിൽ തുണിയൊക്കെ മടക്കി വെക്കുന്നു. ആര്യൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ശ്രദ്ധിക്കുന്ന മിത്ര ആര്യൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കും, ആര്യ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നേ? കുറേ നേരം ആയല്ലോ എന്ന് ചോദിക്കുക. എന്താ ഇത്ര കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എടോ, സത്യത്തിൽ ഏടത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം ഞാനല്ലേ എന്ന് ആര്യൻ ചോദിക്കുക. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ആര്യ എന്ന് മിത്ര പറയാ. സത്യം അതല്ലേ, എന്നെ സഹായിക്കാൻ നോക്കിയതുകൊണ്ടല്ലേ ഏടത്തേക്ക് ഈ പണി കിട്ടിയത് എന്ന് പറയാം.
ആര്യ, മീനു ചേച്ചി നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ, പിന്നെന്താ ആര്യനെങ്ങനെ സ്വയം എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? എന്നാലും ഏടത്തി അനുഭവിച്ച മാനസിക സംഘർഷവും അപമാനവും ഒക്കെ എൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ലേ? ദേ നോക്ക്, കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, ഇനി അത് ഓർത്ത് എന്തിനാ സങ്കടപ്പെടുന്നേ? അതോർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കല്ലേ ആര്യ എന്ന് മിത്ര പറയാ. ഇതിൽ നിന്നൊരു പാഠം പഠിക്കണം. ഇനി ഒരിക്കലും 1 രൂപ പോലും ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കരുത്. ഇങ്ങനൊരു അവസ്ഥ ഇനി ഉണ്ടാക്കാൻ ഇടയാകരുത്. സിവിൽ സർവീസ് കോച്ചിങ്ങിനും ട്രെയിനിങ്ങിനും ഒക്കെ ഒരുപാട് പണം വേണ്ടി വരും. കടം വാങ്ങിക്കേണ്ട സാഹചര്യം ഇനിയും ഉണ്ടാകും എന്ന് മിത്ര പറയും. പക്ഷേ കടം വാങ്ങാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതാ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് എന്ന് മിത്ര ആര്യനോട് പറയാണ് കേട്ടോ. അതിനെപ്പറ്റി ഞാനും ആലോചിക്കുന്നുണ്ടോ. എടോ, അന്ന് നമ്മൾ പല ബിസിനസ്സുകളും ആലോചിച്ചതല്ലേ? എത്ര നേരം ആലോചിച്ചതാ, പക്ഷെ ഒരു ബിസിനസ്സും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആര്യം പറയും. അത് പിന്നെ ആര്യ, നമുക്ക് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാലോ? ആരെയും ആശ്രയിക്കാതെ നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് അങ്ങനെ ഒന്നും ഉണ്ടാകൂന്നേ. ടീ ഷോപ്പ് നടത്തുന്ന കാര്യം ആലോചിച്ചു. പക്ഷേ ടീ ഷോപ്പേ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ ആ ഫീൽഡിൽ. ഹോട്ടലായാലോ? ടീ ഷോപ്പും ഹോട്ടലും ഒക്കെ നല്ലത് തന്നെയാ, പക്ഷെ പാചകം അറിയണ്ടേ? നമുക്ക് രണ്ടാൾക്കും അത് അറിയില്ലല്ലോ എന്ന് ചോദിക്കാം. നമുക്കറിയില്ലാത്ത കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സ്കില്ല് ഏത് മേഖലയിലാണോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബിസിനസ് ആയിരിക്കണം നമ്മൾ ചെയ്യുക. അത് താൻ പറഞ്ഞത് കറക്റ്റാ. പാചകം നമുക്ക് പറ്റിയ ഏരിയ അല്ല. വേറെ നമുക്ക് രണ്ടാൾക്കും അറിയാവുന്ന വേറെ എന്താ ചെയ്യാൻ പറ്റുക? ആര്യന് ഡ്രൈവിംഗ് അറിയാലോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് മിത്ര ചോദിക്കാം. അത് താൻ പറഞ്ഞത് നേരാ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു വണ്ടി എടുത്തിട്ട് റെന്റിന് കൊടുത്താലോ എന്ന് ആര്യൻ ചോദിക്കാം. പക്ഷേ അതുകൊണ്ട് വലിയ വരുമാനമൊന്നും കിട്ടത്തില്ല. തുടക്കത്തിലൊക്കെ നഷ്ടമായിരിക്കും. ഒരുപാട് വണ്ടി ഉണ്ടല്ലേ, അതുകൊണ്ടൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു ട്രാവൽസ് ആലോചിച്ചാലോ എന്ന് മിത്ര ചോദിക്കാം. ട്രാവൽസ് കൊള്ളാവുന്ന പരിപാടിയാണ്. പരിചയക്കാരുടെ ഓട്ടവും കിട്ടും. മാസം വലിയ കുഴപ്പങ്ങളില്ലാതെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്ക് ട്രാവൽസ് നമ്മളങ്ങ് ഉറപ്പിക്കുക എന്ന് മിത്ര പറയും. നമ്മുടെ ബിസിനസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു, ട്രാവൽസ് എന്ന് മിത്ര പറയാം. അല്ല, അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. ഈ ട്രാവൽസ് തുടങ്ങണമെങ്കിലേ ചെറിയ പൈസയൊന്നും പോരാ. പൈസ നമ്മുടെ കയ്യിലില്ലല്ലോ എന്ന് ആരും ചോദിക്കുക. നമുക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടിയെങ്കിലും വേണം. ബാക്കി വണ്ടികളൊക്കെ നമുക്ക് വാടകയ്ക്കാണെങ്കിലും എടുക്കാം എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മിത്ര പറയും, ആരിൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ നമുക്ക് ട്രാവൽസ് തുടങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? ഏകദേശം എത്ര രൂപ ആവശ്യമായിട്ട് വരും? അതിപ്പം നല്ലൊരു ഏരിയയിലായിട്ട് ഒരു കട നോക്കണം. പിന്നെ കടയുടെ അഡ്വാൻസ്, മറ്റു ചെലവുകൾ, അങ്ങനെ എല്ലാം കൂടി മിനിമം ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. അത്രയെങ്കിലും ഉണ്ടെങ്കിലേ ട്രാവൽസ് വലിയ കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റൂ എന്ന് ആരും പറയൂട്ടോ. പക്ഷേ അത്രയും പൈസയ്ക്ക് നമ്മൾ എവിടെ പോകും? അപ്പം മിത്ര പറയും, എന്തായാലും പലിശയ്ക്കോ കടം വാങ്ങാനോ ഒന്നും നിൽക്കണ്ട. നമുക്ക് ബാങ്കിനെ ഒന്ന് സമീപിച്ച് നോക്കിയാലോ? ലോൺ കിട്ടിയാലോ? അതൊന്നും നടപടിയാകുന്ന കാര്യമല്ല. ബാങ്കിൽ നമ്മൾ അന്വേഷിച്ച് നോക്കിയില്ലല്ലോ ആര്യം. അതിന് ഇപ്പോഴേ നടപടി ആകില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? എന്ത് കാര്യത്തിനും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കണം. അല്ലാതെ തുടക്കത്തിൽ ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ എന്ന് മിത്ര പറയാം. അതെ, ട്രാവൽസിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. താനിപ്പോൾ സിവിൽ സർവീസ് എക്സാമിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് സിവിൽ സർവീസ് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി താൻ പഠിക്കണം. തൻ്റെ മനസ്സിലെ അത് മാത്രം മതി. ഇപ്പോൾ ട്രാവൽസിൻ്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് ആര്യം പറയുവേ. അപ്പം മിത്ര പറയും, ശരി, അങ്ങനെയാണെങ്കിലേ കിടക്കാം, ബാ, സമയം ഒരുപാട് വൈകി എന്ന് ആര്യം പറയാണ് കേട്ടോ. എന്നിട്ട് ആര്യന് കിടക്കാനുള്ള പായൊക്കെ ആര്യൻ സ്വയം വിരിക്കുക. നമ്മുടെ മിത്രയാണെങ്കിൽ ബെഡിലും ഇരിക്കുവാണ്. എന്നിട്ട് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ താൻ ഇത്രയും ആലോചിക്കുന്നത്? രാവിലെ പ്രാക്ടീസ് ഉള്ളതാ, കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയാം. ശരി ആര്യ, ഗുഡ് നൈറ്റ് എന്ന് മിത്ര പറയണേ. ഇതേസമയം നമ്മുടെ ഗോമതിയും ബാലനും അവരുടെ റൂമിലിരിക്കുക. ബാലന് ഒരു ഗ്ലാസ്സിൽ വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് ഗോമതി. എന്നിട്ട് ബാലൻ്റെ അടുത്തിരുന്നിട്ട് പറയും, വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മുടെ കുടുംബം ഈശ്വരാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടത്. അന്ന് ആ സാമിപ്പോറ്റി പറഞ്ഞതൊക്കെ സത്യമായിട്ട് നടന്നു ഇല്ലേ ബാലേട്ട എന്ന് ചോദിക്കാം.
ആപത്തുകളൊന്നൊഴിയാതെ നമ്മുടെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഒരു അവസാനം ഇല്ലേ ബാലേട്ട ഇതിനൊക്കെ എന്ന് ചോദിക്കാം. അപ്പം ബാലനും ഇതേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാലേട്ട, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? നമുക്കേ ഒന്ന് സ്വാമിപ്പൂറ്റിയെ പോയി കണ്ടാലോ എന്ന് ഗോമതി ചോദിക്കുക. എടോ, താൻ സമാധാനപ്പെടുക. 41 ദിവസം കഴിയാതെ അദ്ദേഹത്തെ കണ്ടിട്ടോ ഒരു പ്രയോജനവും ഇല്ല. അഗ്നിപൂജ ഒരിക്കൽ പരാജയപ്പെട്ട പിന്നെ 41 ദിവസം കഴിഞ്ഞേ നടത്താൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി എന്തൊക്കെ ആപത്തുകളാണെന്തോ നമ്മളെ തേടി വരിക. എടോ, താനൊന്ന് സമാധാനപ്പെട്. മീനും നിരപരാധിയാണെന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റിയല്ലോ. പിന്നെ തനിക്ക് എന്താ? അച്യുതന് ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. അച്യുതന് മാത്രമല്ല, ആ അലോകിനും അവനും കൊടുത്തിട്ടുണ്ട്. ഇനി ഉടനെ ഒന്നും അവൻ തല പൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലേട്ടാ, ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ എന്ന് ഗോമതി പറയാം. ദേവിമോളുടെ കാര്യമാ. നിങ്ങൾ കന്യാകുമാരിക്ക് പോയപ്പോഴേ ദേവിയം കൊണ്ടേ പുറത്തൊക്കെ ഒന്ന് പോകണമെന്ന് ഞങ്ങൾ ആലോചിച്ചതാ, അവളുടെ മനസ്സൊക്കെ ഒന്ന് മാറാൻ. പക്ഷെ ആ സമയത്താ ഉദയഭാനു സാറ് വന്നത്. അങ്ങനെ ആ യാത്ര അന്ന് നടന്നില്ല എന്ന് ഗോമതി പറയണേ. അപ്പം ബാലനും ദേവിയെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.